തിരുവനന്തപുരത്ത് പോയി. തിരുവനന്തപുരത്ത് മറ്റൊരു ചടങ്ങിൽ പങ്കെടുത്തു. ഇതെല്ലാം പങ്കെടുക്കുമ്പോഴും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് ആളുകളെ അറിയിച്ചുകൊണ്ടാണ് ഇരുന്നത്. കാരണം ഒളിച്ചു പോയതാണ് എന്ന് വീണ്ടും അടുത്ത വാർത്ത നിങ്ങൾ ആരും കൊടുക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്തത്. മാത്രമല്ല, ഞാൻ എന്തായാലും SITയുടെ മുമ്പിൽ പോകുന്നതിന് മുമ്പ് ചാനൽ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ, മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങളെ കൂടി വിവരങ്ങൾ അറിയിക്കും. അവർ നിങ്ങളെ കൂടി അവിടെ അനുവദിക്കുന്നില്ല എങ്കിൽ അതിന് മുമ്പ് തന്നെ ഞാൻ പോകുന്ന അവസരത്തിൽ എന്താണ് പറയാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് കാലേ കൂട്ടി അറിയിക്കുന്നത്. താങ്കൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കുറേയൊക്കെ അറിയാമെന്നുള്ളതാണോ? ആർക്ക്? താങ്കൾക്ക്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങളെ കൂടി അറിയിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കൂടി അറിയിക്കുന്നു. ഈ സോണിയാഗാന്ധിയെ കാണാനായിട്ട് അപ്പോയിൻമെന്റ് എടുത്തുകൊടുത്ത അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശ് അങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ, നിങ്ങൾക്ക് എല്ലാ സൗകര്യമുള്ളവരല്ലേ, നിങ്ങളൊന്ന് പരിശോധിക്ക്. അടൂർ പ്രകാശ് അവിടെ ചെന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതൊന്നും മറച്ചു വെക്കുന്നില്ല. അത് മറച്ചു വെക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എൻ്റെ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ പെട്ട ആളാണ്. അപ്പോൾ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ പെട്ട ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ കള്ളനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല, കള്ളത്തരമുണ്ട് എന്നറിഞ്ഞുകൊണ്ടല്ല, കൊള്ളക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല എങ്കിലും എന്നെ വന്ന ഒരു കാര്യം പറയുമ്പോൾ അത് കേൾക്കുവാൻ ഞാൻ തയ്യാറായിട്ടുണ്ട്. മാത്രമല്ല, ശബരിമലയിൽ നടന്ന അന്നദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ ക്ഷണിച്ചിരുന്നു. ഞാനവിടെ പോയിരുന്നു. അതിൻ്റെ ഉദ്ഘാടനം ഞാൻ നിറവേറ്റിയിരുന്നു എന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്. ഇനിയും പറയാനുള്ളത്, നമുക്ക് അന്ന് SIT വിളിക്കുന്ന സമയത്ത് നിങ്ങളെ കൂടെ വിളിക്കും, നിങ്ങൾ വരണം എന്നുകൂടി. നിങ്ങളുടെ പിന്നെ എല്ലായിടത്തും തിരുവനന്തപുരത്തായിരിക്കുമല്ലോ വിളിക്കുന്നത്. എവിടെയാണെന്ന് അറിയില്ല, നിങ്ങൾക്കെല്ലാം അറിയത്തുള്ളൂ. വിളിക്കുന്നത് എവിടെയാണെന്ന് വല്ലതും അറിയാവും? അത് വല്ലതും അറിയുന്നുണ്ടെങ്കിൽ എന്നെ കൂടി അറിയിക്കണം. എന്ന് വെച്ചാൽ എവിടെയാണ് ഞാൻ കാണേണ്ടതെന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ ക്യാമ്പ് 3, 4, 5 വെച്ചിരിക്കുകയാണ്. ആ ദിവസങ്ങളിലാണോ വെക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും ഒരു സൗകര്യപ്രദമായ ഒരു ദിവസം വെക്കുകയാണെങ്കിൽ ഞാൻ അവിടെ എത്തും എന്ന കാര്യത്തിൽ. അതുകൊണ്ട് എങ്ങും ഒളിച്ചോടിപ്പോയില്ല. അടൂർ പ്രകാശ് ഇവിടെ തന്നെ കാണും. ഇവിടെയല്ല, ഞാൻ പറഞ്ഞത് എൻ്റെ നിയോജകമണ്ഡലത്തിലുണ്ടാകും. നിങ്ങൾക്കും അതിൻ്റെ വാർത്തകൾ കൃത്യമായി തന്നിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.